പല്ലുകളില്ലാത്ത വീടില്ല. ഇന്ന് സ്വല്പം പല്ല് വിശേഷമായാലോ? നമസ്കാരം, ഞാൻ ഡോക്ടർ ഹേമന്ത്, റിസർച്ച് ഹെഡ് ആപ്റ്റെക് ലിമിറ്റഡ്, കോട്ടയം. വൃത്തിയുടെ കാര്യത്തിൽ മലയാളികൾ സ്വല്പം മുൻപന്തിലാണ്. അതുകൊണ്ട് തന്നെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളെ വീടുകളിൽ കാണുന്നത് മലയാളിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതിൽ പ്രധാനിയാണ് പല്ലികൾ, ഇല്ലേ? സ്വാഭാവികമായിട്ടും അടുക്കളയിലും വാഷ് ബേസിൻ്റെ അവിടെയും സിങ്കിൻ്റെ അവിടെയും ലൈറ്റിൻ്റെ പുറകിലും ഒക്കെ പല്ലികളെ കാണുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം? വൃത്തി തന്നെ, ഇല്ലേ? സ്വാഭാവികമായിട്ടും പല്ലിയെപ്പറ്റി പറയുമ്പോൾ പല്ലി വർഗ്ഗങ്ങൾ ഏകദേശം 500-ലധികം സ്പീഷീസുകൾ ലോകവ്യാപകമായിട്ട് കാണപ്പെടുന്നവയാണ്. നമ്മുടെ വീടുകളിൽ കാണുന്ന പല്ലികളെ സ്വാഭാവികമായിട്ട് അറിയപ്പെടുന്നത് ജീക്കോസ് എന്നാണ്, ഹൗസ് ജീക്കോസ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ പ്രശ്നക്കാരെ അല്ല, അത് വളരെ ശാന്തരായിട്ടുള്ള ജീവികളാണ്. അതിനോടൊപ്പം തന്നെ ഇതൊരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളറാണ് പല്ലികൾ എന്ന് പറയുന്നത്. ഇവയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഇവ നോക്ടേണൽസ് ആണ്, അതായത് രാത്രികാലങ്ങളിൽ ഇര പിടിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു ജീവിവർഗ്ഗമാണ്. ഇതിനോടൊപ്പം തന്നെ ഇവ ഇൻസെക്ടിവോറസ് ആണ്, അതായത് ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ, അതായത് ഉറുമ്പ്, അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ, ഇവയൊക്കെ ഭക്ഷിച്ചാണ് അവ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഒരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളേഴ്സ് ആയിട്ട് പറയാനൊക്കും. പക്ഷേ ഈ പല്ലി നമ്മൾ അടുക്കളയിൽ ഭക്ഷണങ്ങളുടെ അടുത്തും മറ്റും കാണുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം? നമുക്കറിയാം, എല്ലാ ജീവിവർഗ്ഗങ്ങളുടെ ഗട്ടിലുള്ള പോലെയും ഈ പല്ലികളുടെ ഗട്ടിലും സാൽമോണല എന്ന് പറയുന്ന ഒരു അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല്ലികളുടെ കാഷ്ടം ഭക്ഷണത്തിലോ മറ്റ് പദാർത്ഥങ്ങളിലോ വീണ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഹൈജീൻ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ പല്ലികളെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് ഒരു നാച്ചുറലായിട്ടുള്ളൊരു സംവിധാനം എന്നുള്ളത് അടുത്ത നമ്മുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.